ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങളില് ഈ സമൂഹം ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. ഇപ്പൊ തളിപ്പറമ്പിലെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ പൊടുന്നനവ ഇങ്ങനെ ചർച്ചയ്ക്ക് തന്നെ കാരണമായത് ആ കേസാണല്ലോ. അതിൽ തന്നെ ആ ഒരു വസ്ത്രം മാറ്റിയിട്ടുള്ള ഒറ്റ സീനും അതിനകത്തില്ല. അവര് തമ്മിൽ ഇന്റിമേറ്റ് ആയിരിക്കുന്ന ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. ഈ ചെറിയ ഭാഗം ഒന്നപാട് സ്കൂളിൽ നിന്ന് ഈ പെൺകുട്ടിയെ പുറത്താക്കി. പിന്നെ അവിടെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു. അപ്പോൾ ആ സമൂഹത്തിൽ കുട്ടി തന്നെ ഈ ആദ്യം ഇങ്ങനെ ഇന്റിമേറ്റ് ആയ ആളിനോട് ചോദിക്കുന്നു, നമുക്ക് ഒരുമിച്ച് പോയി മരിക്കാം. അവൻ പറഞ്ഞു, ആ മരിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പൊ അവൾ നേരത്തെ ഉണ്ടായിരുന്ന പരിചയക്കാരനോട് ആവശ്യപ്പെടുന്നു, എന്റെ കൂടെ മരിക്കാൻ തയ്യാറാണോ? അപ്പോൾ ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള എണ്ണം കുറവല്ല. അല്ല, ഇതിന്റെ ഒരു നിയമപരമായിട്ടുള്ളൊരു വശം 18 വയസ്സിൽ താഴെയുള്ള ഒരു ആളുടെ പ്രൈവറ്റ് പാർട്സ് അനുവാദത്തോടെയോ അല്ലാതെയോ എടുക്കുന്നത് പോലും സെക്ഷൻ 66 പ്രകാരം ഒഫൻസാണ്, 3 വർഷം വരെ ശിക്ഷ. ഇനി അങ്ങനെ അനുവാദത്തോടോ അനുവാദം ഇല്ലായ്മയോ എടുത്തോട്ടോ ഒരു പാർട്സ്. ഒരു സെക്കൻഡ്, ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ശിക്ഷയെക്കുറിച്ച്? ശ്രദ്ധിച്ചോളി. അനുവാദത്തോടോ അനുവാദം ഇല്ലായ്മയോ എടുത്തിട്ടുള്ള ആ അവാർഡ്സ് പബ്ലിഷ് ചെയ്യുന്നത്, അവർ തമ്മിൽ കാണാതെ പബ്ലിഷ് ചെയ്യുന്നത്, അതിൽ നെറ്റിലൂടെ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇത് ബ്ലൂടൂത്ത് വഴി മാറുന്നതോ ഒഫൻസാണ്. പലപ്പോഴും 18 വയസ്സ് താഴെയുള്ളവരുടെ കേസിൽ ലോകത്തെമ്പാടും ഒഫൻസാണ്. ഇങ്ങനെയുള്ള ഒരു ബിറ്റ് എടുത്തിട്ട് അവരത് നെറ്റിലേക്ക് കയറ്റും. ഡോക്ടറെ, ഇത് ദുർബല മനസ്സുകളാണോ ഇതുപോലുള്ള സാഹസത്തിന് മുതിരുന്നത്? കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കാര്യരുമ്പോളിന്റെ മനസ്സുള്ള പെൺകുട്ടികളാണെങ്കിൽ അങ്ങ് കാണിച്ചോട്ടെ, അതിനെന്താ പ്രശ്നം എന്ന് വിചാരിച്ച്. അപ്പം മനസ്സിന്റെ ഒരു ദൗർബല്യമല്ലേ? മനസ്സിന്റെ ഒരു ദൗർബല്യം കൂടുതലുണ്ട്. പ്രായത്തിന്റെ ഇതാണ് എന്ന് പറഞ്ഞെങ്കിലും പ്രായത്തിനേക്കാൾ ഏറെ മനസ്സിന്റെ ദൗർബല്യമാണ് എന്ന് പറഞ്ഞാല് ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും എല്ലാവരും തന്നെ ഒരു നല്ല ശതമാനം ആളുകൾക്ക് ചതിക്കപ്പെടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ശരി. ആരെങ്കിലും നമ്മളെ ഒന്ന് ചതിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ അതിലേക്ക് കയറി വീണു. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു വാണിംഗ് ഉണ്ട്, ഇത് പ്രായത്തിന്റെ പ്രശ്നമില്ല, നിങ്ങളും ചതിക്കപ്പെടാം. ഓക്കെ, അതാ ഡോക്ടർ ഉദ്ദേശിച്ചത്. എല്ലാവരും ഞാൻ ഉൾപ്പെടെ. ശരി. അപ്പം ചതിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ച് കൂടി വരുന്നിടത്ത് പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഈ പ്രേമത്തെ പറ്റിയൊക്കെ അങ്ങോട്ട് പറയുമ്പോഴേ പെൺകുട്ടികൾ അതിനകത്ത് വീണുപോയെന്ന് വരും. ഇപ്പോഴേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ മോളെ നിന്നെ ഞാൻ പ്രേമിക്കുന്നു, അതങ്ങ് കൈ വെച്ചേര് കേട്ടോ. ഒരു സെക്കൻഡ്, സിദ്ധു അങ്ങനെയാണോ ഇപ്പൊ? ഡോക്ടർ പറഞ്ഞ പോലെയാണോ? അല്ല, ഇപ്പൊ നമ്മുടെ ടെക്നോളജി അതല്ല, കയ്യിൽ ഇരുന്നോട്ടെ എന്ന് പറയുമോ? അല്ല, ഈ വികസനത്തിന്റെ എല്ലാവരും നല്ല അവെയർ ആണ് കാര്യങ്ങളെ കുറിച്ച്. അങ്ങനെ അവെയറായിട്ട് അതങ്ങ് കൈ വെച്ചേരുന്നു പറയുന്ന തരത്തിലുള്ള ഒരു വികാരരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ അല്പം മാറി നിന്ന് അവബോധത്തോടുകൂടി കാണാനുള്ള ഒരു ടെൻഡൻസി പലർക്കും ഉണ്ട്. എന്നാൽ വീട്ടിൽ നിന്നും ഇവർക്ക് വേണ്ടവണ്ണമുള്ള സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരു കോന്തനോടെ മാറി നിന്നുകൊണ്ട് അതൊക്കെ കുറേയേറെ പ്രണയസല്ലാപങ്ങളൊക്കെ പറയുകയോ അല്ലെങ്കിൽ ചിരിക്കുകയോ മൂലയ്ക്ക് അദ്ദേഹം പറഞ്ഞ പോലെ മൂലയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞാൽ ഇവളങ്ങ് വീണുപോകും അതിനകത്ത്, അല്ലെങ്കിൽ ഇവനും വീണുപോകും. ആ വീണുപോകുന്ന ആ ഒരു ടെൻഡൻസിയെ മുതലെടുക്കാനുള്ള വീരന്മാരോ വീരികളോ ഈ മൊബൈൽ നല്ലവണ്ണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണുപോകും എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, ക്വിക്കായിട്ട് നമ്മൾ തിരിച്ചു വരാം. സംസാരിക്കൂ. മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെക്കുറിച്ചും ദുരുപയോഗത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മൊബൈൽ ഫോൺ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഉപയോഗമുള്ള പല കാര്യങ്ങളും അതുകൊണ്ട് നേടുന്നു. ക്വിക്കസ്റ്റ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അമേരിക്കയുടെ നിന്നാലും കാനഡയിൽ നിന്നാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാലും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഉപാധിയാണ് മൊബൈൽ. ഇതിന്റെ പ്രാഥമികമായ ആവശ്യം വിട്ടിട്ട് അതിനെ മറ്റു പല ക്യാമറ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ദുർവിനിയോഗം ചെയ്യുന്നതാണ് സമൂഹത്തിന്റെ വിപത്തായി മാറിയിരിക്കുന്നത്. ഇതിൽ വലിയൊരു ഭാഗം യുവജനങ്ങൾ, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇതിന്റെ വിക്ടിംസ് ആയിത്തീരുന്നത്. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലും ഇതിന് ഇരകളാകുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് എന്റെ വീട്ടിനടുത്ത് ഒരു സ്കൂളുണ്ട്. അതിൽ PTA ഒരു അംഗമായിരുന്നു ഞാൻ ഈ അടുത്ത കാലം വരെ. കഴിഞ്ഞ വർഷം ഒരു പെൺകുട്ടിയെ ഒരു 3-4 ആൺകുട്ടികൾ പ്രലോഭിപ്പിച്ച് ഫോണിലൂടെ ബന്ധപ്പെട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. ഈ കുട്ടി ഒരു 11 മണിക്ക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങും, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങും, പോകും. അപ്പൊ ഈ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ഇവരും എന്തെങ്കിലും ഉപാധികൾ പറഞ്ഞിട്ട് പോകും. ഇതിനോടൊപ്പം തന്നെ പബ്ലിക്കും ഉണ്ട്. പബ്ലിക് എന്ന് പറയുന്നത് വെറും പബ്ലിക് അല്ല, ആന്റി സോഷ്യൽ എലമെന്റ്സ്. ഈ ആന്റി സോഷ്യൽ എലമെന്റ്സിന്റെ പ്രവർത്തനത്തെ കാണാതിരുന്നുകൂടാ. ഇവരാണ് സ്കൂളിൽ കയറി ഈ കുട്ടികളെ എന്ത് ചെയ്യുന്നത്, വഴിതെറ്റിക്കുന്നത്. ഒരു തൊഴിലുമില്ലാതെ അല്ലെങ്കിൽ തിന്നാനും ഉണ്ണാനും ഉടുക്കാനും ഒക്കെ ആവശ്യം പോലെ ഉള്ള വീടുകളിലെ മക്കൾ
തെരുവിൽ വന്നിട്ടാണ് ക്ലാസ്സിൽ കുട്ടികളെ പഠിക്കാൻ സമ്മതിക്കാതെ എന്ത് ചെയ്യുന്നത്, പല രീതിയിൽ സ്വാധീനിച്ചു കൊണ്ടുവന്നത്. ഇപ്പൊ ഈ കൊച്ചു പ്രായത്തിൽ ഈ ടീനേജേഴ്സിന് 13 മുതൽ 19 വരെ ഉള്ള പ്രായത്തിനിടയ്ക്കുള്ള ആൾക്കാർ ടീനേജേഴ്സ്, ഈ ടീനേജേഴ്സിന് അതിന് ഏർലി ടീനേജേഴ്സിനെ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ്. ഈ തൊട്ടാൽ ഇക്കളാകുന്ന പ്രായം എന്നൊക്കെ പറയും, അത് വളരെ തമാശയ്ക്കോ രസത്തിന് വേണ്ടി കാണണ്ട, നമ്മളെല്ലാം കടന്നു വന്നവരാണ്. അപ്പൊ ഈ വളരെയധികം വീണാൽ പൊട്ടിപ്പോകുന്ന പളങ്കുപാത്രം പോലെയുള്ള ആ പ്രായത്തിൽ ഇവരെ മാനസികമായി പീഡിപ്പിച്ച് പേടിപ്പെടുത്തി ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. വീട്ടിൽ പറയരുത്, വീട്ടിൽ പറഞ്ഞാൽ എന്നിട്ട് നിങ്ങളുടെ PTA എന്ത് ചെയ്തു? PTA അതിന് നടപടി എടുത്തു. കുട്ടികളെ സത്യമാണോ പറയണേ? തീർച്ചയായും സത്യമാണ്. അത് പിടിച്ചു, പോലീസിലായി. പക്ഷേ ഇതിന് പിന്നിലുണ്ടായ വേറൊന്ന്, ഈ പറഞ്ഞല്ലോ ആന്റി സോഷ്യൽ എലമെന്റ്സ്, അതൊരു ചെറിയ ഫോഴ്സ് അല്ല, അത് മാഫിയാണ്. ഒരു മാഫിയ എന്നല്ല, അവർക്ക് വേറെ കണക്ഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് പഠിക്കണം. ഈ മൊബൈൽ ഫോൺ കൊണ്ടു നടന്നിട്ട് നിരോധനമുണ്ട്. പോലീസുകാർ, സർക്കിൾ ഇൻസ്പെക്ടർ, SI അടക്കമുള്ളവരെല്ലാം സ്കൂളിൽ 3-4 പ്രാവശ്യം വന്ന് ചുറ്റുന്നുണ്ട്. എന്നിരുന്നാലും ഒരു സ്പൈ വർക്ക്, ഞങ്ങളൊരു 4-5 പേര് സ്പൈ വർക്ക് നടത്തുന്നുണ്ട് ഇതിനിടയ്ക്ക്. ഈ വേറെ പണിയൊന്നുമില്ല, വേറെ പണിയുണ്ട്. ഈ പണി കഴിഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ പണി ചെയ്യുന്നതുകൊണ്ട് ഉപയോഗമില്ല. നാളത്തെ സമൂഹം എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നശിപ്പിക്കുകയാണ് ഈ സമൂഹത്തെ. അധികാരപ്പെട്ടവർ കാണുന്നുണ്ട്, പക്ഷേ വേണ്ട നടപടി എടുക്കുന്നില്ല. പോലീസുകാർക്ക് വേണ്ട കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. കഴിവില്ലാത്തതുകൊണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ പോലീസുകാർക്ക് വേറെയും പണിയുണ്ട്. ഇത് മാത്രം പോരല്ലോ ഈ പിള്ളേരെ കൊണ്ട് നടക്കാൻ. പക്ഷെ ആരെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്നവര്, അല്ലെങ്കിൽ ഭയപ്പെടുന്ന, ആരെയും ഭയമില്ല ഈ ആൾക്കാർക്ക്. ഈ പിള്ളേർക്ക് ആരെയും ഭയമില്ല, ആരെയും ഭയമില്ല. വീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭയത്തിന്റെ ഒരു സ്ഥലം. പക്ഷേ വീട്ടിൽ ഭയമില്ല, മാതാപിതാക്കളെ ഭയമില്ല, സഹോദരങ്ങളെ ഭയമില്ല, ബന്ധുക്കളെ ഭയമില്ല, നാട്ടുകാരെ ഭയമില്ല. ടീച്ചർമാരുടെ റോൾ എന്താണ്? ടീച്ചർമാരുടെ റോൾ തന്നെ അവർക്ക് ഒരു ഉപജീവനത്തിന് പലരും ടീച്ചറാകാൻ വേണ്ടി മോട്ടിവേറ്റഡ് ആയ ടീച്ചേഴ്സ് അല്ല. എന്തായാലും പഠിക്കാൻ വേണ്ടി പഠിച്ച സമയത്ത് എനിക്ക് പഠിക്കാൻ ഇഷ്ടപ്പെട്ട സബ്ജക്ട് എടുത്ത് പഠിച്ചതല്ല, അത് കിട്ടാത്തോണ്ട് ഇത് കെമിസ്ട്രി സമഗ്രമായിട്ടുള്ള സംഭവം.